ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ? 6:68 യോഹന്നാന്റെ സുവിശേഷം എന്താണ്? ഞങ്ങൾ പോകുന്നില്ല, സിലബസ് കട്ടിയായാലും പോകുന്നില്ല, 70 പ്രാവശ്യം ക്ഷമിക്കേണ്ടി വന്നാലും പോകുന്നില്ല, ഭർത്തത്തിലെ വിശ്വാസം തന്നാൽ മതി. എന്താണ്? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലല്ലേ. വെളി എന്തിനുള്ളതാണ് മക്കളെ? വെളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണേ. എന്തിനാണ്? നിത്യതയ്ക്ക് വേണ്ടി. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് 2:7 റോമ നമ്മൾ വായിച്ചത്. മഹത്വവും ബഹുമാനവും അക്ഷയത്വം അനുഷ്ഠിക്കുന്നവർക്ക് ദൈവം നിത്യജീവൻ നൽകുന്നു. എങ്ങനെയാണ്? വിളി കട്ടിയാക്കിക്കൊണ്ട്, വിളിയുടെ സിലബസ് കട്ടിയാക്കിക്കൊണ്ട്, വിശ്വാസത്തിൽ ഉത്തരം പറയേണ്ട സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ സങ്കീർണമാക്കിക്കൊണ്ട്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 Hallelujah, 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 hallelujah. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിൻ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ സ്തുതികട ഹല്ലേലൂയ. കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവേ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവേ. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവേ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശ്രുതികട ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ Hallelujah, 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 hallelujah. Yeshua, Yeshua, Yeshua. Hallelujah, hallelujah, hallelujah. Hallelujah.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, കർത്താവാണ് നമ്മുടെ സംസാരിക്കണത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനങ്ങളെല്ലാം ഞാൻ കുറച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. ബാക്കിയൊക്കെ വചനങ്ങൾ കർത്താവാണ് ലിങ്കൊക്കെ തന്നത്. അവസാനം നമ്മൾ എത്തിനിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഈ കഠിനമായ സിലബസുകളെല്ലാം പത്രോസ് വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ പത്രോസിന് പുറത്ത് കർത്താവ് പറയും, മകനെ വിശ്വാസമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. നീ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴും പ്രത്യേകിച്ച് കഠിനമായ സിലബസുകൾ ജീവിതത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ നീ എൻ്റെ നാമത്തെ അഭിമുഖീകരിക്കുമ്പോൾ നീ എൻ്റെ സ്നേഹമാണ്, എന്നോടുള്ള സ്നേഹമാണ് കൂട്ടുന്നത്. ബട്ട് യു മസ്റ്റ് റിയലൈസ് ഇറ്റ്. നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടേ. കർത്താവിനെ നമ്മൾ സ്നേഹിക്കും, പക്ഷേ നമ്മൾ റിയലൈസ് ചെയ്യത്തില്ല. അതൊരു കർത്താവ് ചോദിച്ചു, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കൂ. നീ എന്നെ സ്നേഹിക്കുന്നുവോ? അത് സ്നേഹിക്കാഞ്ഞിട്ടല്ല. പത്രോസ് മറുപടി പറയും, അങ്ങക്കെല്ലാം അറിയാമല്ലോ എന്ന് പറയും. കാര്യം എന്താണ്? അതറിയാം. അപ്പോൾ പത്രോസിന് അറിയാവുന്ന കാര്യങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ, കഠിനമായ ജീവിത അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവസ്നേഹത്തോടു കൂടി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ കർത്താവ് രണ്ടാമത്തെ വിളിയെ അനുസ്മരിപ്പിക്കും. എന്താണ്? പക്ഷേ ആവസ്മേയാസ്, ഫീഡ് മൈ ഷീപ്പ്. അതിനാൽ രണ്ടാമത്തെ വിളി, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഭാഷേ അവസ്മേയാസ്. ഭാഷ എന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്കാണ്. പക്ഷേ ഇപ്പോഴും ഞാനിത് പറയാൻ കാരണം, ഈ പത്രോസിനെ കഠിന പദങ്ങളെ, കഠിന ജീവിത സാഹചര്യങ്ങളെ, എപ്പോഴും കഠിന പദങ്ങളെ പത്രോസ് കർത്താവിനോട് ചോദിക്കുകയും അത് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോസ്തലന്മാർ ചോദിച്ചത്. നിങ്ങൾ എൻ്റെ മക്കളെ കാര്യം മനസ്സിലാക്കണം. കുറേ പേര് കർത്താവിനോട് പറഞ്ഞത് ഈ വചനം 6:60 പറഞ്ഞില്ലേ, ഈ വചനം യോഹന്നാൻ 6:60 ഈ വചനം കഠിനമാണല്ലോ എന്ന്. അത് തന്നെയല്ലേ പത്രോസ് ചോദിച്ചത്? നമ്മൾ 19:11 ഈ വചനം കഠിനമാണെന്നല്ലേ പത്രോസ് ചോദിച്ചത്? നമ്മളിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ പത്രോസ് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴും ക്ഷമയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ ചോദിക്കും, കഠിനമാണല്ലോ വചനം, കഠിനമാണല്ലോ എന്ന് ചോദിച്ചത് എന്തിനാ? വിട്ടുപോകാനല്ല, വിട്ടുപോകാതിരിക്കാനാണ്. ആ വ്യത്യാസം എന്താ? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണത് ഇങ്ങനെയാ. എല്ലാ ശിഷ്യന്മാരും ഇടയ്ക്കൊക്കെ ചോദിക്കും, കഠിനമാണല്ലോ കഠിനമാണല്ലോ എന്ന്. പത്രോസും ചോദിച്ച് കഠിനമാണല്ലോ എന്ന്. അപ്പം പത്രോസ് കഠിനമാണെന്ന് ചോദിച്ചത് എന്താണെന്ന് അറിയാവോ? ചില ആൾക്കാർ കഠിനമാണല്ലോ എന്ന് പറഞ്ഞത് വിട്ടുപോകാൻ വേണ്ടിയാണ്. പത്രോസ് കഠിനമാണല്ലോ ചോദിച്ചത് വിട്ടു പോകാതിരിക്കാനാണ്. അതാണ് പത്രോസ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. എൻ്റെ പേര് സെറിൻ ഷാജി. ഞാൻ വരുന്നത് അങ്കമാലി തുറവൂർ സെയിൻറ്റ് അഗസ്റ്റിൻസ് ചർച്ചിൽ നിന്നാണ്.
ഞാൻ 2022 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാനിപ്പോൾ 5 പുതുക്കി. എൻ്റെ അൾത്താരയിൽ നിന്നിട്ടുള്ള 2ാമത്തെ സാക്ഷിയാണ്. ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ എനിക്ക് ചെയ്തു തന്നത്. എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഞാൻ ചെയ്തത് ഫിഷറി സയൻസിലാണ്. അത് 2016 ഞാൻ പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം 10 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ നോക്കുന്നതാണ് പുറത്ത് പോയി ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറിൽ എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യണമെന്ന്. പക്ഷേ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS എക്സാം ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അതെല്ലാം ദൈവം കറക്റ്റ് സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അതെല്ലാം എനിക്ക് ചെയ്തു തന്നു. പക്ഷേ എന്തുകൊണ്ടോ പല പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് പുറത്ത് പോയി അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തു. നല്ല മാർക്കിൽ തന്നെ ഞാൻ പാസ്സായി, എനിക്ക് ജോലിയൊക്കെ ആയി. പക്ഷെ അപ്പോഴും എനിക്ക് പിന്നെ ഇനിയിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ലല്ലോ പുറത്ത് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു PhDക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ PhDക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് റിജക്ഷനാണ് എപ്പോഴും വരിക. ഞാൻ ലാസ്റ്റ് റൗണ്ട് വരെ എത്തും ഇൻ്റർനാഷണൽ ഇതിൽ, പക്ഷേ എന്നെ അവർ തള്ളിക്കളയും. അവർ പറയുന്ന ഒരു മെയിൻ കാര്യം, എനിക്ക് അവിടുത്തെ ഫിഷിനെ കുറിച്ചൊരു നോളജ് ഇല്ല, നിങ്ങൾക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നോളജോ ഇല്ല. തിയററ്റിക്കൽ നോളജ് ചിലപ്പോൾ നിങ്ങളുടെ നല്ല സൗണ്ടായിരിക്കും, പക്ഷേ ഇതില്ല. അതുകൊണ്ട് നിങ്ങൾ ബെറ്റർ ഒരു കോഴ്സ് ഇവിടെ ചെയ്യൂ എന്നാണ് അവർ എന്നോട് എപ്പോഴും പറയുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഒരു 2 years എൻ്റെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു മാർക്കിൽ ഞാൻ പാസ്സായി. പക്ഷേ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ PhD ഇത് ഡ്രോപ്പ് ചെയ്യാം, ആ ഒരു മോഹമൊക്കെ ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മെറ്റേണിറ്റി ലീവ്, അങ്ങനെ ഒരു 3 വർഷത്തെ ഗ്യാപ്പ് എനിക്ക് വന്നു ജോലി ചെയ്യുന്നതും എൻ്റെ ഒരു അക്കാഡമിക് ലെവലിൽ നിന്ന്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനിയൊരു PhDക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അതിനുള്ളൊരു ശക്തിയില്ല അത് ചെയ്യാനായിട്ട്. കാരണം ഇത്രയും ഗ്യാപ്പ് വന്നു, നോളജ് വൈസ് ഗ്യാപ്പ് വന്നു, ഒരു ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫിഷിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്യാം, അവർ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എൻ്റെ പുതുക്കി. അപ്പോൾ മാതാവ് എനിക്ക് ഒരു കോഴ്സ് കാണിച്ചു തന്നു. UK സ്കോട്ട്ലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റിർലിങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്വാകൾച്ചർ, അവിടെ ഒരു 1 year കോഴ്സ് കാണിച്ചു തന്നു. ഞാൻ എൻ്റെ PG സ്പെഷ്യലൈസേഷൻ ചെയ്തേക്കുന്നത് ഫിഷിൻ്റെ ഡിസീസസിലാണ്, അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു കോഴ്സ് ഈ ലോകത്തിലാകെ 2 സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ UK-ലും, പിന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയിട്ടുള്ള ഡെൻമാർക്കിലും നോർവേയിലും. അതെന്ന് പറഞ്ഞാൽ 2 വർഷത്തെ കോഴ്സാണ്. ഇത് 1 വർഷത്തെ കോഴ്സുള്ളൂ. അപ്പം ഞാൻ ചിന്തിച്ചു 2 വർഷത്തെ ഒരു PG എനിക്ക് ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കോഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഞാനൊരു ഏജൻസീനെ സമീപിച്ചു. അപ്പോൾ ഏജൻസി എന്നോട് പറഞ്ഞു ഒരു 3 year ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ മിക്കവാറും കിട്ടില്ല, 50-50 ചാൻസേ ഉള്ളൂ, ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് കാണിച്ചു തന്നൊരു കോഴ്സാണല്ലോ, അപ്പോൾ എനിക്ക് മാതാവ് അത് തരുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ച് ഞാൻ അവർക്ക് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നേക്കാളും മുന്നേ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഞാൻ ഇന്ന് അവർക്ക് എല്ലാം കൊടുത്തു. പിറ്റേ ദിവസം അവരത് യൂണിവേഴ്സിറ്റിക്ക് ഫോർവേഡ് ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ മാതാവ് എനിക്ക് തന്നു. അപ്പോൾ ഞാനിത് അവരോട് ഏജൻസിക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും അൺകണ്ടീഷണൽ ആയിരിക്കില്ല, കണ്ടീഷണൽ ആയിരിക്കും, കാരണം ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവർ തരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അൺകണ്ടീഷണൽ തന്നെയാണ് വന്നേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു വലിയ മിറാക്കിളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അത് കഴിഞ്ഞ് UK-ലേക്ക് പോകുന്ന കുട്ടികൾക്ക് അറിയായിരിക്കും, UK-യിൽ നമുക്കവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു CAS ലെറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടണം. അതിന് ഒരു ഇൻ്റർവ്യൂ പാസ്സാവണം, പ്രീ CAS ഇൻ്റർവ്യൂ.
അപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ല, ഒരു അക്കാഡമിക് ലെവലിൽ നിന്നെല്ലാം പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇതൊരു AI ജനറേറ്റഡ് ഇൻ്റർവ്യൂ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ക്യാമറയിൽ നിന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയാൽ പോലും അവർ ചിലപ്പോൾ റിജക്ഷൻ നമുക്ക് തരും. അങ്ങനെ ഞാൻ വളരെ പേടിച്ചൊക്കെയാണ് ആ ഇൻ്റർവ്യൂ ചെയ്തത്. ഞാനപ്പോൾ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ എനിക്ക് എൻ്റെ കുറവുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ എൻ്റെ കൂടെ നിൽക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മോശ ഒരു വിക്കനായിരുന്നിട്ട് കൂടി മോശേനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് ഇസ്രായേൽ ജനത്തെ തിരികെ കൊണ്ടുവരാൻ. അതുപോലെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കുമെന്ന വചനം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ ചെയ്തത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ലായിരുന്നു. ഞാൻ ജൂലൈ 11 പിന്നീട് ഉടമ്പടി 5ാമത് പുതുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളാണ്, പക്ഷേ പുതുക്കിയിട്ടില്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എങ്ങാനും ഈ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കില്ലേ, ഞാൻ ഒരു മനുഷ്യനാണല്ലോ, എനിക്കും ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കാമല്ലോ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ല, ഇത് എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതാണ് എന്ന് ഞാൻ എങ്ങാനും വിചാരിച്ചോളൂ. അപ്പോൾ ബെറ്റർ നീ വേണമെങ്കിൽ എന്നെ ഒന്ന് തോൽപ്പിച്ചോ, അങ്ങനെ വരെ ഞാൻ മാതാവിനോട് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. ഈവൻ ഈ വചനമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ. അവർ പറഞ്ഞു അൺസാറ്റിസ്ഫാക്ടറി ആണ്, അവർക്ക് ഒന്നും കൂടി ഇൻ്റർവ്യൂ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവർക്ക് നിരാശയാണ് വരേണ്ടത്, പക്ഷേ എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തായാലും ഞാൻ ഇനി ഉടമ്പടി പുതുക്കിയിട്ടേ ഇനി ഞാൻ അടുത്ത ഇൻ്റർവ്യൂ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ എന്നിട്ട് ഞാൻ 2ാമത് ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അപ്പോൾ അതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ആ ഇൻ്റർവ്യൂവിലും കൂടി ഞാൻ പാസ്സായിട്ടില്ലെങ്കിൽ ഈ വർഷം എനിക്ക് പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ഇൻടേക്കിൽ ഞാൻ പിന്നെയും ഈ പ്രോസസ്സെല്ലാം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തു, ഉടമ്പടിയിൽ ഇപ്പോൾ ഒന്നും കൂടി തീവ്രമായി ഞാൻ ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ എൻ്റെ കൂടെ നിൽക്കണേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ മുന്നേ ചൊല്ലിയ വചനം എല്ലാം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഇൻ്റർവ്യൂവിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതും പോയോ എന്നൊരു ചെറിയൊരു സംശയം വന്നു. എന്നാലും മാതാവിലുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥന തുടർന്നു, എല്ലാ കാര്യങ്ങളും തുടർന്നു. ജൂലൈ 15 ഞാൻ ഇൻ്റർവ്യൂ എടുത്തു, 2ാമത്തെ. ജൂലൈ 16 എനിക്ക് കാസ് ലെറ്റർ അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നു. അങ്ങനെ എനിക്കിനി എൻ്റെ ഫർദർ വിസയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാസ് ലെറ്റർ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അതെങ്കിൽ വിസയ്ക്ക് വെക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നെയും ഏജൻസി പറഞ്ഞു, ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് പ്രശ്നമില്ലായിരിക്കും ഗ്യാപ്പ്, പക്ഷേ UK വിസ ഇമിഗ്രേഷൻ അവിടുത്തെ ഓഫീസ് ചിലപ്പോൾ തരില്ല, അതുകൊണ്ടൊരു മെറ്റേണിറ്റിയുടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ കൊടുത്തു. അങ്ങനെ ഞാൻ വിസയുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയി. എറണാകുളത്തായിരുന്നു എനിക്ക്. അവിടെ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 4-ാം തീയതി വിസയ്ക്ക് വെച്ചു. 9-ാം തീയതി എനിക്ക് വിസ അടിച്ചു വന്നു, UK സ്റ്റുഡൻറ്റ് വിസ അടിച്ചു വന്നു എനിക്ക്. അതിനൊരുപാട് നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മോഹങ്ങളെ ഉപേക്ഷിച്ചതായിരുന്നു. പക്ഷേ അമ്മ ഉടമ്പടിയിലൂടെ എനിക്കതെല്ലാം ചെയ്തു തന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തികളും ചെയ്യുമ്പോൾ ഞാൻ ഈശോയോടും മാതാവിനോടും പറയുന്ന ഒരു കാര്യം, ഇതെൻ്റെ ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്തി തരാൻ വേണ്ടി ചെയ്യുന്നതല്ല. നമുക്കെല്ലാവർക്കും നിത്യജീവനുണ്ട്. ഉടമ്പടി അർത്ഥമാക്കുന്നതും നിത്യജീവനാണ്. ഈ നിത്യജീവനിലോട്ടുള്ള എൻ്റെ അക്കൗണ്ടിലെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ദൈവമേ നീ ഇത് കാണണേന്ന് പറഞ്ഞാണ് ഞാൻ ഓരോ കാരുണ്യ പ്രവൃത്തികളും ചെയ്യാറുള്ളത്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ അമ്മമാരെ ഞാൻ കുളിപ്പിക്കാൻ പോവായിരുന്നു. അപ്പോൾ ഓരോ അമ്മയെ കുളിപ്പിക്കുമ്പോഴും ഞാൻ ഈശോയെ കുളിപ്പിക്കുന്ന പോലെയാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ അമ്മമാരിങ്ങനെ പറയുമായിരുന്നു, ഞങ്ങൾ എത്ര പേരുടെ മുന്നിലാണ് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മമാരോട് പറയായിരുന്നു, പേടിക്കേണ്ട, ഞാൻ ഈശോയെ കുളിപ്പിക്കുന്ന പോലെ നിങ്ങളെ കുളിപ്പിക്കുന്നത് ഞാൻ കാണുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വേറൊരു വിഷമം വിചാരിക്കേണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ അവരെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്.
പിന്നെ ഓർഫനേജുകളിലും ജനറൽ ഹോസ്പിറ്റലുകളിലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ രോഗികളെ പോയി കാണുമായിരുന്നു. രോഗികളെ കാണുമ്പോഴൊക്കെ ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത്, ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ആ ഒരു വചനവും ആ ഒരു കാര്യമായിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഭക്ഷണം കൊടുക്കുമായിരുന്നു അവർക്ക്. അപ്പോഴൊക്കെ ഈശോ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായാണ് ഞാനത് ചെയ്തിരുന്നത്, അല്ലാണ്ട് ഈ ജീവിതത്തിൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്ന് കിട്ടണം എന്നല്ല. പിന്നെ ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിയോഗങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ മറന്നുപോകും. ഞാൻ ഇങ്ങനെ ഓർത്തെടുക്കും, ഇത് എന്തായിരുന്നു ഞാൻ എഴുതിയതെന്ന്. കാരണം ഞാൻ അപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്നെ നിത്യജീവനിലോട്ട് കൂട്ടിക്കൊണ്ട് പോകണം, ഉടമ്പടിയിൽ എന്നെ ഉറപ്പിച്ച് നിർത്തണം എന്നൊക്കെയാണ്. കാരണം എനിക്ക് ചിലപ്പോഴെങ്കിലും ഒരു ഇനേർഷ്യ വരാറുണ്ട്. അത് എനിക്കൊരു ചെറിയ മോനുണ്ട്, അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ നിൽക്കണം, എന്നെ ഉടമ്പടിയിൽ ഉറപ്പിച്ച് നിർത്തണേ, നിത്യജീവനിലോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകണേ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം വാങ്ങിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, പിന്നെ പള്ളിയിൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അത് ഞാൻ ചുമ്മാ കൊടുക്കില്ല, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ പത്രവും കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈശോയോട് പറയും, ഈശോയെ നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ച് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നിന്നെ അറിയില്ല എന്ന് ഈശോ എന്നോട് പറയരുത്. എനിക്കറിയില്ലാത്ത ആൾക്കാർക്കാണ് ഈശോയെ ഞാൻ നിന്നെക്കുറിച്ച് സംസാരിക്കുകയും നിൻ്റെ കാര്യങ്ങൾ നിന്നെ സ്നേഹിക്കാനായിട്ട് അവരോട് പറയുകയും ചെയ്യുന്നത് ഈ പത്രം വിതരണം ചെയ്യുന്നതിലൂടെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നെയും അറിയും എന്ന് പറയണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ പത്രവും കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു മറ്റുള്ളവരോടൊരു സഹാനുഭൂതിയും, എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിൽ ഉറച്ച ആശ്രയമാണ് എനിക്ക് ഉടമ്പടി തന്നത്. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭൗതിക അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ആത്മീയ അനുഗ്രഹങ്ങൾക്കാണ് ഞാൻ ഈശോയോട് നന്ദി പറയുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രജാത. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 23-ാം തീയതിയാണ്. എൻ്റെ മോൾക്ക് ഒരു അസുഖം കാരണമാണ് ഞാൻ ഇവിടെ വന്നത്. അവൾക്ക് പീരിയഡ്സ് സമയത്ത് 7 ദിവസം തലചുറ്റലും, വയറുവേദന, കാലിന് വേദന, ഛർദിൽ, അവൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. ഞാനാണ് അവളെ കുളിപ്പിക്കുന്നത്. പല ഡോക്ടർമാരുടെ അടുത്തും പോയി ഗൈനക്കോളജിസ്റ്റിനെയും കാണിച്ചു. എന്നിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എടത്തുവ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് മോക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന്. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊന്നുമല്ല, നല്ലൊരു സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ സർജനെ കാണിച്ചു. സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡീസാണ് എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അപ്പൻഡീസ് അല്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക, ഇവക്ക് ഓവറി സിസ്റ്റാണ്, കാരണം യൂട്രസിൽ നിന്ന് ബ്ലഡ് ഓവറിയിലേക്ക് ഒഴുകുന്നു, അതുകൊണ്ടുള്ളതാണെന്ന് പറഞ്ഞു. അത് അമ്മയുടെ ഉപ്പും തേനും കൊടുക്കുകയും 3 മാസം മരുന്ന് കഴിച്ച് അവൾക്ക് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഈ കുഞ്ഞിന് വയ്യാത്ത സമയത്ത് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അതിനകത്ത് പറയുന്നായിരുന്നു, ഒരു കുട്ടിയുടെ യൂട്രസ് ഓവറി സിസ്റ്റാണ്, ആ കുട്ടിയെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ മോൾക്ക് രോഗസൗഖ്യം കിട്ടി. അങ്ങനെ ഇന്ന് ഒരു കുഴപ്പവുമില്ല. എല്ലാ മാസവും അവൾ തന്നെയാണ് അവളുടെ കാര്യം നോക്കുന്നത്. BSc നേഴ്സിങ്ങിനാണ് പഠിക്കുന്നത്. അവൾ അവിടെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ നോക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. പിന്നെ എൻ്റെ കൈക്കൊരു വേദന വന്നു, തുണി പിഴിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ അമ്മയുടെ ഉപ്പും തേനും കഴിക്കുകയും ഉടമ്പടി തൈലം പുരട്ടിയും എൻ്റെ അസുഖം മാറി. പിന്നെ എനിക്ക് മസിൽ പെയിൻ ഉണ്ടായിരുന്നു, അതും അമ്മയുടെ ഉപ്പും തേനും കഴിച്ചു, ഉടമ്പടി തൈലവും പുരട്ടി 15 ദിവസം കൊണ്ട് മാറി. പിന്നെ എൻ്റെ മോൾക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം എൻ്റെ മോള് പറയും. എൻ്റെ അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത്.
അമ്മ ഇതുപോലെ ഒക്ടോബർ 23 ഉടമ്പടി എടുത്ത് 2023 അത് എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. അത് ഓവറി സിസ്റ്റ് ആയിരുന്നു. ഓവറി സിസ്റ്റാണ് കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾ ഇതുപോലെ ഒരു സ്കാൻ എടുത്തു, സർജനെ കാണിച്ചപ്പോൾ ഇങ്ങനെ സ്കാൻ എടുത്തപ്പോൾ പറഞ്ഞു അപ്പൻഡീസ് ആവാനാണ് സാധ്യതയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അപ്പൻഡീസ് വേണ്ട, എന്നെക്കൊണ്ട് താങ്ങില്ല, എനിക്ക് ഓപ്പറേഷൻ പേടിയാ, അപ്പോൾ എനിക്ക് അപ്പൻഡീസ് വേണ്ടാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ അന്നേരം പറഞ്ഞായിരുന്നു 3 മാസം കൊണ്ട് മരുന്ന് കഴിച്ച് മാറുന്ന രോഗമാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ കാണിച്ച് സ്കാൻ എടുത്തപ്പോൾ ആദ്യം സ്കാൻ എടുത്തപ്പോൾ ഒന്നും തെളിയുന്നില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് സ്കാൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ ഓവറിയിൽ സിസ്റ്റാ, മരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് 3 മാസം കൃത്യമായിട്ട് മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ വന്നിട്ടില്ല. എനിക്കിതുവരെ പിന്നെ ആ ഓവറി സിസ്റ്റ് അന്ന് മാറിയത് പിന്നെ ഇതുവരെ വന്നില്ല. ഇപ്പോഴും ഞാൻ സ്കാൻ എടുത്തു, വന്നപ്പോൾ 1 വർഷം കഴിഞ്ഞ് സ്കാൻ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു, എടുത്തു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അമ്മ മാതാവ് അത് പൂർണ്ണമായിട്ടും മാറ്റി സൗഖ്യപ്പെടുത്തി. പിന്നെ ഞാൻ +2 പഠിച്ചപ്പം അമ്മ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവണമെന്ന്. എൻ്റെ രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ പകുതി ക്ലാസ്സും പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കൊന്നും നല്ലോണം പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു മാത്തമാറ്റിക്സും ഫിസിക്സും പോവുമെന്ന്. ഞാൻ വിശ്വസിച്ചെങ്കിലും അമ്മ മാതാവ് തരുമെന്ന് വിചാരിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു പോവുമെന്ന്. റിസൾട്ട് വന്ന് ഞാൻ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതിരുന്ന ഞാനും എൻ്റെ അമ്മയും ചേച്ചിയുടെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് 2 വിഷയവും പോയി. സേ എക്സാം എഴുതണം, +2 അത് എഴുതി കിട്ടിയാലേ നമുക്ക് എഴുതി കിട്ടിയാലേ വീണ്ടും 2 വർഷം പോകും. അത് എഴുതി കിട്ടിയാലേ നമുക്ക് തുടർ പഠനത്തിന് പോകാൻ പറ്റത്തുള്ളൂ. കൂടെയുള്ള എല്ലാ പിള്ളേരും പഠിക്കാൻ പോകുമ്പം ഒന്നും പഠിക്കാൻ പോകാൻ പറ്റാതെ നോക്കിയിരിക്കേണ്ട വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ സേ എക്സാം എഴുതി. ഞാൻ അന്ന് വിഷമിച്ച് അമ്മയുടെ ഈ ലോക്കറ്റൊക്കെ ഊരിക്കൊടുത്തു ഇവിടെ വെച്ച്. എനിക്കിനി വയ്യ അമ്മേ, എനിക്ക് മാതാവ് തന്നില്ലല്ലോ എന്നും പറഞ്ഞ് വിഷമിച്ചു. അന്നേരം അമ്മ എന്നോട് പറഞ്ഞു നിന്നെ ഈ ആൾക്കാരെ ഇരുത്തി തന്നെ അമ്മ മാതാവ് ലോക്കറ്റ് ഇടിയിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സേ എക്സാം എഴുതി. ഞാൻ വീണ്ടും അമ്മയിൽ അതുപോലെ വിശ്വസിച്ച് ഉപ്പൊക്കെ സ്കൂളിലുമൊക്കെ ഇട്ട് ഇനി ഇവിടെ വന്ന് ഞാൻ എക്സാം എഴുതേണ്ട ആവശ്യം വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതിയത്. എക്സാമിൻ്റെ പകുതി സമയം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. ഒന്നും എനിക്ക് എഴുതാനൊന്നുമില്ല. ഞാൻ മാതാവ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. മാതാവ് പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ തോന്നിയോ അതെല്ലാം അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം ഒരു മാത്തമാറ്റിക്സിന് ഞാൻ 36 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഫിസിക്സിന് ഞാൻ 37 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ആകപ്പാടെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ റിസൾട്ട് വന്നപ്പം ഞാൻ എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരുന്നു അതിൻ്റെ അകത്ത് ഒത്തിരിയും തെറ്റുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മാതാവ് 36 മാർക്കും 37 മാർക്കും തന്നെ നൽകി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ നല്ല മാർക്കോടുകൂടി എനിക്ക് ഡബിൾ പാസ് തന്നെ നൽകി എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് എന്തിന് പോകണമെന്ന് അറിയത്തില്ലായിരുന്നു, എന്തെടുക്കണം. ഞാൻ നീറ്റിന് പോകാമെന്ന് കരുതി ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു തോൽവി വരുന്നത്. പിന്നെ എനിക്ക് നീറ്റ് വേണ്ടാന്ന് ഞാൻ വെച്ചു. പിന്നെ എന്തിന് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ കാണുന്ന സാക്ഷ്യം ഫുള്ള് BSc നേഴ്സിങ്ങിൻ്റെ. അങ്ങനെ ഞാൻ BSc നേഴ്സിംഗ് എടുത്തു. അതും മാതാവ് കാണിച്ചു തന്ന കോളേജിൽ തന്നെ ഞാൻ BSc നേഴ്സിംഗ് എടുത്തു. ഇപ്പം ഞാൻ നല്ലോണം പഠിക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് മുമ്പേ വന്ന് ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം എഴുതാൻ പോയത്. എക്സാം എഴുതുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ അവിടെ ആദ്യമായിട്ട് ചൊല്ലുന്നത്. എൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചിരുത്തി ഞാനാ ചൊല്ലുന്നത്. വേറെയും ചേച്ചിമാരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും ആത്മീയമായിട്ട് ഇത്രയും വളർന്ന് ഇത്രയും നല്ലോണം പ്രാർത്ഥന വേറെ ആരും അങ്ങനെ ചൊല്ലാറൊന്നുമില്ല. ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പം ഞങ്ങളുടെ സെമ്മിൽ 60 പിള്ളേരിൽ 41 പിള്ളേർ പാസ്സായി. അത്രയും പിള്ളേർ പാസ്സാവത്തില്ലെന്ന് ഞങ്ങളുടെ ടീച്ചർമാർ ഉറപ്പ് പറഞ്ഞു. അവരെല്ലാം ഷോക്കായി. ഞങ്ങൾ അത്രയും പിള്ളേർ പാസ്സായി. എന്നെ എല്ലാ വിഷയങ്ങളും പാസ്സാക്കി മാതാവ് അനുഗ്രഹിച്ചു. അതും ധ്യാനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചൊവ്വാഴ്ച ദിവസം ധ്യാനം കാണാൻ പറ്റിയില്ലെങ്കിൽ, കാരണം ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് പറ്റിയില്ല, പിന്നെ ഞാൻ കാണും. ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സന്ധ്യാസമയം 6:30 ആയപ്പോഴത്തേക്കാണ് റിസൾട്ട് വന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാ വിഷയം നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് 2ആയിട്ടേ വരുത്തോളം എന്നാണ് പറഞ്ഞത്. കാരണം സേ എഴുതി പാസ്സായതുകൊണ്ട് 2 സർട്ടിഫിക്കറ്റായിട്ടേ വരുത്തോളം എന്ന് പറഞ്ഞു. അതും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയും പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഈ വർഷം സർട്ടിഫിക്കറ്റ് 2ആയിട്ടല്ല വന്നേക്കുന്നത്, 1ആയിട്ടാണ് സർട്ടിഫിക്കറ്റ് വന്നേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പുറകിന് നടക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ അതിനും സമയം കളഞ്ഞ് എനിക്ക് ഇപ്പോഴെങ്ങും അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഞാനിത് പഠിക്കാൻ പോത്തുമില്ലായിരുന്നു. പക്ഷേ മാതാവ് സാമ്പത്തികമായിട്ടായാലും എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണ സമയം ആയതുകൊണ്ട് എന്നെ പഠിക്കാൻ വിടാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നെ പഠിക്കാനും വിട്ടു.
മാതാവ് എല്ലാം നടത്തി തന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെ ജോലിയാണെങ്കിൽ അതും ജോലി നൽകി അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണം നടന്നു നല്ല രീതിയിലെല്ലാം. അതും രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളതിവിടെ സാക്ഷ്യം പറയുന്നില്ല. അതിനും തിരുകുമാരനും മാതാവിനും ഒരു കോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും എൻ്റെ അമ്മയും ചെയ്യുന്നത്, ഞങ്ങൾ സാമ്പത്തികമായിട്ട് എല്ലാവരെയും സഹായിക്കും. പറ്റുന്ന പോലെ ഞങ്ങൾക്ക് ഒക്കുന്നത് പോലെ ഞങ്ങൾ പൈസ സ്വരുക്കൂട്ടിച്ച് എല്ലാവരെയും സഹായിക്കും. ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കും. ഹോസ്പിറ്റലുകളിലും വഴിയോരത്തും എല്ലാം പത്രം കൊടുക്കും. ഞങ്ങളതും പറഞ്ഞേ പത്രം കൊടുക്കത്തുള്ളൂ. വേണ്ടവർക്ക് മാത്രം, വായിക്കുമെങ്കിൽ മാത്രം പറഞ്ഞ് പത്രം കൊടുക്കും. ഞങ്ങൾ വഴിയായിട്ട് കുറേ പേർക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഉടമ്പടി എടുത്തവരും ഉണ്ട്. പിന്നെ ഞങ്ങൾ അമ്മയാണെങ്കിൽ പുതിയ തുണിയൊക്കെ മേടിക്കുമ്പം ഒരു തുണിയുടെ എക്സ്ട്രാ മേടിച്ച് ആർക്കെങ്കിലും ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കും. സാധനങ്ങൾ മേടിച്ച് കൊടുക്കും. പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കും. അമ്മ 18 പൊതിച്ചോറൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് എന്ന് രാവിലെ 5:30 ഞങ്ങൾ കേൾക്കും. പിന്നെ സന്ധ്യാപ്രാർത്ഥനയും ഞങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ചൊവ്വാഴ്ച ധ്യാനം മുടങ്ങാതെ കേൾക്കും. അമ്മ 4.5 മണിക്കൂറോളം ദിവസവും സാക്ഷ്യം കേൾക്കും. ജോലി ചെയ്യുമ്പോഴാണേലും സാക്ഷ്യം വെച്ചുകൊണ്ടേ ചെയ്യത്തുള്ളൂ. ഞങ്ങളും വീട്ടിൽ ആരൊക്കെ ഉണ്ട് അത്രയും സൗണ്ടിലാണ് വെക്കുന്നത്. അതുകൊണ്ട് എവിടെ ഇരുന്നാലും നമുക്ക് കേൾക്കാം. അത്രയും ടൈം ഞങ്ങൾ സാക്ഷ്യം കേട്ട് ഞങ്ങൾ ആ ഒരു വീട്ടിൽ ചിലവഴിക്കുന്നത്. പിന്നെ ആത്മീയമായിട്ടുള്ള വളർച്ച ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങൾ ദേഷ്യപ്പെടുന്ന ടൈപ്പ് ക്യാരക്ടറാണ് ഞങ്ങളുടെ എല്ലാവരും. അച്ഛനാണേലും അമ്മയായാലും ഞാനായാലും എല്ലാവരും നല്ല ദേഷ്യമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ അടിയാവുന്ന ടൈപ്പ് ക്യാരക്ടറാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ അടിയും കാര്യങ്ങളും ഒന്നുമില്ല വലുതായിട്ട്. ഞങ്ങൾ ആ ഒരു സമയം ദേഷ്യം വന്നാൽ പോലും മാതാവിനെ വിചാരിക്കുമ്പം ആ ദേഷ്യം 1 മിനിറ്റ് കൊണ്ട് സ്വിച്ച് ഇട്ട പോലെ മാറും. ദേഷ്യപ്പെടാനോ ഒന്നും കഴിയുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളോട് ഒത്തിരി തെറ്റ് ചെയ്തവരുണ്ട്. അവരോട് വരെ പുറത്ത് ക്ഷമിച്ച് അവർ നമ്മളോട് എങ്ങനെയോ ആയിക്കോട്ടെ, നമ്മളങ്ങനെ നിൽക്കല്ലല്ലോ എന്നോർത്ത്, മാതാവിനെ ഓർത്ത് ഞങ്ങളെല്ലാം ക്ഷമിച്ചു. ഞങ്ങൾ എല്ലാം മറന്ന് എല്ലാവരോടും സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി.